അതുകൊണ്ട് എന്നെ അങ്ങനെ സൈബർ ഇടങ്ങളിലൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. അതിനകത്തെന്താ? അതൊക്കെ തന്നെ കേരളത്തിൽ ഞാൻ ഇന്ന് തുടങ്ങിയതാണ് രാഷ്ട്രീയം. കഴിഞ്ഞ 10-45 വർഷമായാലും ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വീണതാണ്. എത്രയോ വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കടന്നാക്രമണത്തിൽ ഭയന്നോടുന്നവരാണ് നമ്മളെല്ലാം. ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ, ഇനിയും ആക്രമിക്കട്ടെ. അവർക്ക് ആക്രമിക്കുന്നവർക്ക് അത് സധൈര്യം തുടരാം. പക്ഷെ എന്റെ തീരുമാനം വളരെ ക്ലിയർ ആണ്. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അനുകൂലികളുണ്ട്. അങ്ങ് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ നിരാശയിലാണ്. അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അവർക്ക് എന്റെ ശൈലി അവർക്ക് നന്നായിട്ട് അറിയാം. അടിയുറച്ച പാർട്ടിക്കാരനാണ്. എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനം അംഗീകരിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ചോദ്യം, പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ. ഇല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇത്രയും നിങ്ങൾ കുറേ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പറ്റാറില്ല. അതിന്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത് കണ്ടിട്ട് അത് ചോദിക്കുന്നതേ ഇപ്പൊ BJP ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ലീഗിന്റെ സമ്മർദ്ദം എന്തുകൊണ്ട് വന്നു? അങ്ങനെ സമ്മർദ്ദത്തിന് BJPയുടെ ആക്ഷേപമൊക്കെ വെറുതെ പ്രതാവിലുള്ള ആക്ഷേപം. BJPയുടെ ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയുന്നത്, അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ജോലിയിലേ അവർക്കുള്ളൂ. അവർക്ക് വേറെ എന്താ ആക്ഷേപമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള UDFന്റെ ലീഡർഷിപ്പിന്റെ അല്ല കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. പിന്നെ നല്ല ചോദ്യമല്ലേ ഇത്? കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കെ സി വേണുഗോപാലിന് ഒരു CPIമാരുടെ അച്ചടക്കം അദ്ദേഹം കാണിക്കുന്ന സ്ഥലമുണ്ടോ? അതായത് ഒരു നിലയ്ക്കും ഒരു ഭാവഹാവാദികൾ കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു അക്ഷരം കൊണ്ടോ അദ്ദേഹത്തിന് അതൃപ്തി പ്രകടമാക്കുന്നില്ല. അദ്ദേഹം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിഭയങ്കരമായ തിരിച്ചടിയായിരിക്കും. അപ്പൊ പൂർണ്ണമായും അദ്ദേഹം അത് സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. തനിക്കൊരു അതൃപ്തി ഉണ്ടെന്ന് വന്നാൽ ആ അതൃപ്തി എന്തുകൊണ്ട് താങ്കൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം കൂടി വരും. സോ അദ്ദേഹം പൂർണ്ണമായ അച്ചടക്കമുള്ള, പൂർണ്ണമായും ഈ ഇതിനെല്ലാം സ്വാഗതം ചെയ്യുന്ന, VD സതീശൻ എതിരായിട്ട് വോട്ട് ചെയ്ത MLAമാരോട് കൂടി അദ്ദേഹം ഇതിനോടെല്ലാം സഹകരിക്കണം എന്ന് പറയാണ്. സമ്പൂർണ്ണമായ സഹകരണം VD സതീശന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് പറയാണ്. അപ്പോൾ KC എന്ന് പറയുന്ന ഒരു അടിമുടി പാർട്ടിക്കാരനായ ഒരാൾ, അദ്ദേഹത്തിന് ഹിതകരമല്ലാത്ത ഒരു തീരുമാനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു തീരുമാനം വന്നതിന് ശേഷവും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്നതിന്റെ ചിത്രമാണ് തനിക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചവർ ഇനി ഈ തീരുമാനത്തിനൊപ്പം നിൽക്കണം. അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതാണ് ഒരു പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതാണ്